പുരപ്പുറ സോളാർ പദ്ധതി സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുവെന്ന് KSEB. സാധാ ഉപഭോക്താക്കളിൽ നിന്ന് അധിക ചാർജ് ഈടാക്കേണ്ട സ്ഥിതിയാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ പുനരുപയോഗ ഊർജ്ജ ചട്ടം നടപ്പിലാക്കണമെന്നും KSEB ആവശ്യപ്പെടുന്നു. KSEB നിലപാട് സോളാർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വൻ തിരിച്ചടിയാകും. ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 36% സോളാർ വൈദ്യുതി മാത്രമാണ് ഉൽപ്പാദകർ രാവിലെ ഉപയോഗിക്കുന്നത്. ബാക്കി ഊർജം KSEBയുടെ ഗ്രിഡിലേക്ക് നൽകും. പീക്ക് സമയമായ വൈകുന്നേരവും രാത്രിയും സോളാർ ഉൽപ്പാദകർ KSEBയുടെ വൈദ്യുതി പകരം ഉപയോഗിക്കുന്നു. പീക്ക് സമയത്ത് പുറത്തുനിന്നാണ് KSEB വൈദ്യുതി വാങ്ങുന്നത്. അതിനാൽ സോളാർ ഉൽപ്പാദകർ വൈദ്യുതി കൊണ്ടുപോകുന്നത് KSEBക്ക് നഷ്ടമുണ്ടാക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 500 കോടിയിലധികം രൂപയാണ് KSEBക്ക് അധിക ചെലവ്. ഇത് കാരണം സാധാ ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 19 പൈസയുടെ അധിക ഭാരം അടിച്ചേൽപ്പിക്കേണ്ട സ്ഥിതിയാണ്. ബാറ്ററി സ്റ്റോറേജ് ഇല്ലാതെ ഇനിയും സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ ഉപഭോക്താക്കൾ കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും KSEB നൽകുന്നു. 2035 ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അധിക ഭാരം യൂണിറ്റിന് 34 പൈസയായി വർദ്ധിക്കും. 1.5 ലക്ഷം വരുന്ന സോളാർ ഉൽപ്പാദകരെക്കാൾ 1 കോടിയിലധികം വരുന്ന സാധാ ഉപഭോക്താക്കൾക്കൊപ്പം നിൽക്കുകയാണെന്നും KSEB നിലപാട് അറിയിച്ചു. സാധാ ഉപഭോക്താക്കൾക്ക് അധിക ഭാരം ഉണ്ടാവാതിരിക്കാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ പുനരുപയോഗ ഊർജ്ജ ചട്ടം എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ് KSEB ആവശ്യപ്പെടുന്നത്. പുരപ്പുറ സോളാർ പദ്ധതിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ വലിയ പ്രചാരണമാണ് KSEBയും വൈദ്യുതി വകുപ്പും നടത്തിയിരുന്നത്. കൊട്ടിഘോഷിച്ച പദ്ധതിയെ KSEB തന്നെ ഇപ്പോൾ തള്ളുകയാണ്. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.